എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിരിക്കുന്നത് ബിരിയാണിക്കാളിൽ എന്തുകൊണ്ട് എളുപ്പം ഉണ്ടാക്കാൻ മന്തിയാണ്. സോ ലെറ്റ്സ് മേക്ക് എ മന്തി. ഞാൻ കവറെല്ലാം തൂക്കി ലിഡിലും എല്ലാം ചെന്നപ്പോഴത്തേക്ക് തൈ പീസ്, അതായത് മന്തി വെക്കാനുള്ള പീസ് കഴിഞ്ഞു. പിന്നെ അവിടെ ഉള്ള ആകെപ്പടെ കുഞ്ഞു കാലുകളായിരുന്നു. പിന്നെ എനിക്ക് മന്തി വെക്കണമെന്ന് അത്ര ഒരു അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഉള്ളത് മേടിച്ചോണ്ട് പോകും. സോ ഇന്ന് മേടിക്കുന്ന ഒരു ഒത്തന്റിക് മന്തിയല്ല, എൻ്റെ തട്ടിക്കൂട്ട് മന്തിയാണ്. പക്ഷെ നമ്മൾ വലിയ ലെഗിന് വരെ നമ്മൾ കുഞ്ഞു ലെഗ് എടുക്കുന്നത്, അങ്ങനെ ഒരു വ്യത്യാസം പീസാണ്. കാരണം അവിടെ ഒന്നും ഇല്ലായിരുന്നു. സോ നമ്മൾ അത് ഫോക്ക് വെച്ചോ നമ്മൾ നൈഫ് വെച്ചോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. സ്പൈസസ്, പട്ട, ഏലക്ക, പൂവോ സ്റ്റാറോ, അത് ഗ്രാമ്പൂ. ഞാൻ ഇവിടെ ഒരു വലിയ പച്ചമുളക് എടുത്തേക്കുന്നത്, നടുകീറിയ പച്ചമുളക്. നെക്സ്റ്റ് വി ഹാവ് എ പെപ്പർ. ഞാൻ ഒരു ഡ്രൈ ലെമൺ, 4 മാഗി ക്യൂബ്സ്, ഒരു ആൻഡ് കുറച്ച് മല്ലി. നമുക്ക് ഇവിടെ മല്ലി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. ക്യാപ്സിക്കം ഒരു ഫുൾ ഉള്ളി, കുറച്ച് മുളക് പൊടി ഇച്ചിരി മതി പേരിന്. വിശക്കുന്നു. മല്ലി ആൻഡ് പുതിന, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഈ ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഗ്രേവിയിലോട്ട് നമുക്ക് അരി ഒരു 1 അവർ കുതിർത്ത്, 1 മണിക്കൂർ 1.5 മണിക്കൂർ കുതിർത്തിട്ട അരി ഇതിനകത്തില്ല. നമ്മളിവിടെ എടുത്തേക്കുന്ന ബസ്മതി റൈസ് ആണ്. നമ്മൾ നോർമലി ലിഡിലും നെറ്റോയിലും കിട്ടുന്ന നോർമൽ ബസ്മതി റൈസ്. ഈ ബസ്മതി റൈസിലോട്ട് നമ്മൾ ഗ്രേവി ഇട്ട് തിളച്ച വെള്ളം ഒരു ഇച്ചിരി മണ്ടക്കോട്ട് കയറി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു. സത്യം എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ട് ക്യാമറയും പിടിച്ച് ഇതങ്ങോട്ട് ഇളക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിക്കാം. നമ്മുടെ മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ നമുക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരട്ടിയെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എൻ്റെ മണ്ടയ്ക്ക് വെച്ച് നമുക്ക് ദമ്മിടാം. ഒരു പകുതി ഉള്ളി. സോ ഇത് പച്ചമുളകല്ല ചുമന്നുമുളക്, എന്നാലും ഇതിന് ഞാൻ ഇടുന്ന പേര് പച്ചമുളക് എന്നാണ്. ഇത് പച്ചമുളകല്ല ചുമന്നുമുളകാണ്, എന്നാലും ഞാൻ ഇനി പറഞ്ഞ പേര് പച്ചമുളക്. സോ ദെൻ 1 ടൊമാറ്റോ, ഒരു പകുതി വേണ്ട, എൻ്റെ ഒരു പകുതി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1 2 നമുക്കൊരു 2 സ്പൂൺ ഉപ്പിടാം.